അവനാത്മാവെ അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, വസിക്ക. സ്നേഹമുള്ളവരെ, ഒരാൾ നിസ്സഹായതയിൽ നശിച്ച്, സാമ്പത്തികമാവാം, ബന്ധുതലത്തിലാവാം, തൻ്റെ കെട്ടിപ്പടുക്കിയ പലതിൻ്റെയും നഷ്ടത്തിലാവാം നശിച്ചിരിക്കുക. ഇപ്പൊ ദൈവം വിടിയ തകർന്നുടയുന്നവൻ്റെ, കുരിശു വഹിച്ച് ക്ലേശിച്ച് വീഴുന്നവൻ്റെ, തോൽപ്പിക്കപ്പെട്ടവൻ്റെ, എറിയപ്പെട്ടവൻ്റെ കൂടെ ദൈവമല്ലേ? ഈ ദൈവപ്പോ എവിടെയാ? ചില ആളുകൾ തങ്ങളുടെ സങ്കടക്കടൽ നീന്തി നിസ്സംഗതയിലെത്തുമ്പോൾ ചോദിക്കും, ദൈവത്തിന് കണ്ണില്ലേ? ദൈവത്തിന് കാതില്ലേ? ഇതൊന്നും കാണാതെ മരവിച്ചിരിക്കുന്ന മണ്ണാണോ ദൈവം എന്നൊക്കെ ചോദിക്കും. ഒന്നേ പറയാനുള്ളൂ, തോൽപ്പിക്കപ്പെട്ടവൻ്റെ കൂടെ നിൽക്കും ദൈവം. എറിയപ്പെട്ടവൻ്റെ, മുറിവേറ്റവൻ്റെ, സങ്കടക്കടലിൽ ഒറ്റയ്ക്ക് നീന്തുന്നവൻ്റെ കൂടെ ദൈവം ഉണ്ടാവൂട്ടാ. അതാര് നിഷേധിച്ചാലും ദൈവം ഉണ്ടാവുള്ളൂ. ദൈവം ഉണ്ടാവുള്ളൂ. നീന്തി 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 അവൻ ഒരു നാൾ കര പറ്റും വരെ കൂടെ നിൽക്കും. കോരിയെടുക്കും, വാരിയെടുക്കും, തോളിലേറ്റും, സാന്ത്വനിപ്പിക്കും, കണ്ണീര് തുടയ്ക്കും. ബലത്തോടുകൂടി ഈ പ്രപഞ്ചത്തിൽ നശിച്ച് ചീഞ്ഞഴുകിപ്പോയില്ല എന്ന് സമൂഹത്തോട് പറയാൻ തോൽപ്പിക്കപ്പെട്ടവൻ്റെ കൂടെ നിൽക്കുന്നവനാണ് ദൈവം എന്ന് മറക്കരുത്. ഈ അടുത്തുണ്ടല്ലോ സഞ്ജു സാംസൺ, ആ മകനെ മാത്രം ഓർക്കുക. വീശി ഊറ്റത്തോടെ ആകാശത്തേക്ക് അവൻ 6ഉം നിലംബരണിയായി 4ഉം അടിച്ച് നീക്കുന്നത് കണ്ടാൽ അറിയാം. തോൽപ്പിക്കപ്പെട്ടവൻ്റെ, വലിച്ചെറിയപ്പെട്ടവൻ്റെ, നിഷേധിക്കപ്പെട്ടവൻ്റെ, സർവരാലും ഉപേക്ഷിക്കപ്പെട്ടവൻ്റെ കൂടെ ദൈവം നിന്നു എന്നുള്ള തെളിവാണ് ആ കുട്ടി. അതുകൊണ്ടാണല്ലോ അവൻ ഓരോ വിജയത്തിലും നിലത്ത് മുട്ടുകുത്തി ഒരുവൻ പോലും കാണിക്കാത്ത ഒരു മുദ്രയിട്ടവൻ, ഒരു നടനും ഒരു അത്ലറ്റിക്കും ഒരു സ്പോർട്സ്മാനും ഇന്ന് വരെ കാണിക്കാത്ത ഒരു ചിത്രം ലോകത്തിന് അവൻ കാണിച്ചു കൊടുത്തു. തോൽപ്പിക്കപ്പെട്ടവൻ്റെ കൂടെ നിൽക്കുന്ന ദൈവത്തിൻ്റെ കൂടെ നിന്ന് പൊരുതിയാൽ ജയമുറപ്പാണ് എന്ന് കാണിച്ചു ആ കുട്ടി, സഞ്ജു സാംസൺ. ഹല്ലേലൂയ, ആവേ മരിയ, ആമേൻ.